വീട്ടില് കൊള്ളാലോ. അല്ല വാ. ദൈവമേ സൂതൻ മാഷും പിള്ളേരും അല്ല വന്നത്. ഈറ്റിക്കയില്ലല്ലേ ഇയാള്. അല്ല, ഇവിടുത്തെ ആളെവിടെ? എന്റെ പൊന്നെ കേട്ടാ, ഊണ് കഴിക്കാനാണെങ്കിൽ വേറെ ഹോട്ടലിൽ പോക്കും മെനക്കെട്ട വഞ്ച്. ഇന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കിട്ടുള്ളൂ. അല്ല, ഊണ് കഴിക്കാനല്ല, ആളെനൊന്ന് കാണാനാ. പോയിട്ടുണ്ട്. അതെ, ഊണ് കഴിക്കാനാണെങ്കിൽ ഇച്ചിരി സമയം നിൽക്കേണ്ടി വരും. പക്ഷേ ഇവരൊന്ന് എഴുന്നേക്കണം. നിങ്ങൾക്ക് ഊണ് കഴിക്കണടാ? മക്കളെ നല്ല ഊണാണ്, അടിപൊളി സൂപ്പർ ഊണ്. അല്ല, മാഷിന്ന് എന്ത് പണി കാട്ടി? എന്ത് ചെയ്തു? മാഷ് എന്താ സ്കൂളിൽ വരാൻ? സ്കൂളിൽ എന്ത് പറ്റി? സ്കൂളിൽ എന്ത് പറ്റിയെന്നു? എന്താ മാഷ് ഇത്? നാളെ സ്കൂൾ ഓർക്കില്ലേ? ഇന്നവിടെ ഹെഡ് മാഷ് മീറ്റിംഗ് വിളിച്ചല്ലേ? മാഷ് വന്നോ? മീറ്റിംഗ് ഇന്നായിരുന്നോ? മാഷെ ഞാൻ മറന്നുപോയി, സോറി കേട്ടോ. ഇവിടെ ഇതെല്ലാം ഒപ്പിക്കണവര് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, സഹായത്തിന് ആരുമില്ല. എന്ത് വർത്തന മാഷങ്ങളീ പറഞ്ഞേ? അല്ല, അതെ മൊയ്ത് മാഷെ, നിർബന്ധിക്കണ്ട. മാഷിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നാളെ വരണമെന്നില്ല. കച്ചവടം നടക്കട്ടെ. അതാ നല്ലത്. നാളെ അല്ല, മാഷ് പിന്നെ ഒരിക്കലും സ്കൂളിലേക്ക് വരണ്ട. മാഷിന്റെ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടേ ഇവിടെ വല്ല ഹോട്ടൽ പണിയൊക്കെ എടുത്ത് നടന്നാൽ മതി. അല്ല, ഇനി മാഷായിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ നാളെ നേരത്തെ സ്കൂളിലെത്തണം. എനിക്ക് അത്ര പറയണം. മാഷേ ഒന്ന് ചിന്തിക്കട്ടോ, ഞങ്ങളെല്ലാവരും സ്കൂളിലുണ്ടാവും. ബാ മക്കളെ. അതെ, വറുത്തമീൻ ചോദിച്ചവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. മീൻ വറുത്തോണ്ടിരുന്നപ്പോ ഗ്യാസ് ചതിച്ച് അടുപ്പ് ഓഫായി അരവേവിൽ കിടക്കുകയാണ്. വറുത്തമീൻ നാളെ തരാം. ഇന്ന് എല്ലാവരും മീൻകറി വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അധ്യാപകനാണല്ലേ? ആണെങ്കിൽ എന്താ, നീ വിജയന്റെ മോനല്ലേ? നിന്റെ തന്ത വിജയന്റെ അടുത്ത് പോയി ചോദിച്ചു മന്മഥൻ മാഷ് ആരാണെന്ന്. ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ അവനെക്കാളും തലതെറിച്ചോണ്ടാണെന്താ? മര്യാദക്ക് ഒരു പറ്റ് പോലും ബാക്കി വെക്കാതെ തിന്നോണം. നിനക്ക് കറിയില്ല, ഒന്നുമില്ല, തിന്നോണം. നോക്കിക്കോണം, തിന്നിട്ടേ അവിടെ നടങ്ങാവും. അല്ല, ഇവിടെ ഇരുന്ന മറ്റേ പ്യാരി മാഷ എവിടെ? അയാൾ മാഷാണോ? മന്മ മാഷേ, ആ എന്താ സൂതൻ മാഷും പിള്ളേരും കൂടി വന്നത്? മാഷ് എവിടെ പോയത്? ഞാനവിടെ മാറിയെന്നാണ് എനിക്ക് തോന്നി. അതെ, ആ. നാളെ സ്കൂൾ തുറക്കണം. ഇന്നതിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. ഓ, ഞാനത് അങ്ങോട്ട് വിട്ടു. ഈ കച്ചവടത്തിന്റെ ഒരു തിരക്കിലേ സ്കൂള് മനസ്സിൽ പ്യാരി മാഷെ, നിങ്ങൾ ചെറിയൊരു വണ്ടി കച്ചവടം അല്ലേ? അതിനിടയ്ക്ക് ഈ മീറ്റിംഗ് ഒക്കെ പോകുന്ന അറ്റൻഡ് ചെയ്യണ്ടേ? ഞാനൊരു പ്രസ്ഥാനമാണ് ഇവിടെ നടത്തുന്നത്. അല്ല, എന്നിട്ട് എന്താ മീറ്റിംഗിൽ പറഞ്ഞത്? മീറ്റിംഗിൽ പറഞ്ഞാൽ നാളെ എല്ലാവരും കൃത്യമായിട്ട് സ്കൂളിൽ ചെല്ലണം. എന്നിട്ട് മാഷ് പോകണ്ട? ആ പിന്നെ പോണം, പോയില്ലേ പണി പോകുന്നു. ഒന്ന് ചെന്ന് തല കാണിച്ചേക്കാം. പോവല്ലേ? ആ പോവാ. ഞാനാണെ ചോറും തിന്ന് തീർത്തില്ല. വേറെ ആരോ തിന്നത്? ഇല്ല. ഇല്ലല്ലേ? ഇരിക്കും. വേണ്ട, ഞാനേ ചിലപ്പോ മാഷ് എന്റെ വീട്ടിലൊക്കെ ആയിരിക്കും പോയേക്കണത്. ഒന്ന് ചെന്ന് കണ്ടേക്കാം, പണി കളയണ്ട അല്ലേ? എന്റെ മന്മഥ മാഷ, നിങ്ങൾ എന്താണ് ഈ മറ്റേ തീക്കനലിലെ ചവിട്ടിയെ പോലെ തുള്ളിച്ചാടി നിൽക്കുന്ന? ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്ക്. എന്റെ മാഷെ, ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ്. 1-2 പേർക്കല്ല, ദിവസം 100 പേർക്കാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസം ആ ഭക്ഷണം തുടങ്ങിയ അവർ പട്ടിണിയാവൂലേ? മന്മഥ മാഷേ, ഒരു ഹോട്ടലിലെ ആൾക്കാർ പറയുമ്പോ അവിടെ ഭക്ഷണം ഇല്ലാച്ചെങ്കിൽ അവര് വേറെ ഹോട്ടലിൽ പോയിട്ട് തിന്നോളൂ. അതേമാതിരിക്കാണോ എന്റെ കുട്ടികളുടെ സ്ഥിതി? മാഷിന്റെ കുട്ടികളൊക്കെ ഗൾഫിലല്ലേ? ആ കുട്ടികളല്ല, എന്റെ പൈക്കുട്ടികളുടെ കാര്യം പറഞ്ഞു. വായിക്കുട്ടികളുടെ കാര്യം പറഞ്ഞു. എന്താ തിന്നണ്ടേ? ഞാൻ ചെയ്യണ അന്നദാനമാണ്. അന്നദാനം മഹാദാനം. എന്താ വെറുതെ കൊടുക്കുക? എന്തെങ്കിലും കായ് ചോദിക്കണില്ലേ? ചെറിയ പൈസക്കല്ലേ കൊടുക്കുന്നത്. ആ ചെറിയ പൈസക്കാച്ചെങ്കിൽ പിന്നെ അത് കച്ചവടം തന്നെ. എങ്ങനെ അന്നദാനാണ്? മന്മ മാഷ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഊണ് മേടിക്കണവർക്ക് ഇച്ചിരി മീൻചാറ് ഫ്രീ ആണ്, എനിക്കറിയാതെ. വാർത്തന്റെ പൊടിയും കൊടുക്കാറുണ്ട്. എന്താ പ്യാരി മാഷങ്ങൾ പറയുന്നത്? ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ക്ലാസ് തുടങ്ങി, നിങ്ങളൊക്കെ അധ്യാപകരാണ്. എല്ലാവരും ഇന്നു മുതൽ സ്കൂളിലുണ്ടാവണം. ഇനി ഒന്നും ഞാൻ പറയാനില്ല, പറച്ചിൽ നിർത്തി. എടുത്തുചാടി രാജിവെക്കണം, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ആര് രാജിവെച്ചു? എനിക്ക് പറയാനുള്ള ഇതിലുണ്ട്. മാഷ് വായിക്കും. സമർപ്പണം.
കുടുംബപരമായ ചില അടിയന്തര കാരണങ്ങളാൽ എനിക്ക് ഇന്നു മുതൽ 12 പ്രവൃത്തി ദിനങ്ങളിൽ സ്കൂളിൽ ഹാജരാവാൻ സാധിക്കില്ല. 12 ദിവസത്തെ ആകസ്മിക അവധി അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. എന്താണ് മൻമോഹൻ സാറേ ഇത്? നിങ്ങൾ എന്ത് കുട്ടിക്കളി കളിക്കുക? 10 മാസങ്ങൾ വീട്ടിലിരുന്നില്ലേ? എന്താണ് മാഷെ? ഇപ്പൊ സ്കൂൾ തുറന്ന് കുട്ടികളൊക്കെ ഇവിടെ എത്തിയപ്പോ നമ്മൾ അധ്യാപകരൊക്കെ ഞാൻ KIR പറഞ്ഞിട്ടുള്ള നിയമപ്രകാരം എനിക്ക് അനുവദിച്ചിട്ടുള്ള അവധിയെ ഞാൻ ചോദിച്ചോളൂ. അത് എനിക്ക് മാഷ് തരണം. അതെ സൂതമാഷെ, ഞാൻ എന്നും സ്കൂളിൽ വരക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ന് 12 മണിക്ക് ഇന്നൊന്ന് അത്യാവശ്യം ഏറ്റവും വിടണം. അത്യാവശ്യമാണ്, അതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ ഇന്ന് എന്തിനാ 12 മണിക്ക് ഒഴിവ്? സാറേ, എന്റെ വീട്ടിൽ കറക്കാൻ പറഞ്ഞ കറവക്കാരന്റെ അമ്മാനച്ചൻ മരിച്ചു. അതിനിപ്പോ എന്തിനാ 12 മണിക്ക് പോകണം? അത് ഞാൻ അറിഞ്ഞു. അത് ശവടുക്കല് വൈകിട്ട് 5 മണിക്കാ. 4 മണിക്ക് സ്കൂള് വിട്ടിട്ട് പോയാൽ അത് കുഴപ്പമില്ല. അതിന് കർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടിട്ടില്ല. കറവക്കാരൻ വരില്ല, അപ്പൊ പയ്യനെ കറക്കണം 12 മണിക്ക്. അതിനാണ്. അപ്പൊ ഇന്നൊരു ദിവസം മാത്രം കടന്നാൽ മതിയാവോ? ഇന്ന് എന്ന് പറഞ്ഞാല് ഇപ്പൊ 16 അടിയന്തരം വരെ ഇപ്പൊ അയാൾക്ക് വരാൻ പറ്റൂലല്ലോ. അയാൾ വരും. അത് 16 ദിവസം ലീവ് വേണം. അല്ല, ഉച്ചക്ക് 12 മണിക്ക് വിട്ടാതിയേ. സ്കൂള് വിടുന്നിട്ട് മുമ്പ് ഞാൻ ഇവിടെ എത്തൂല മാഷേ. അതെ, എനിക്ക് നിങ്ങൾ ആര് പറയണത് ഒന്നും കേൾക്കണ്ട. ഞാനും ആരോടും ഒന്നും പറയണില്ല. ഇന്ന് മുതൽ എല്ലാവരും ഇവിടെ സ്കൂളിലുണ്ടായിരിക്കണം. അതെ, സൂതൻ സാറ് പറഞ്ഞതൊക്കെ ന്യായമാണ്. എല്ലാരും പറഞ്ഞു കഴിയട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇരുന്നാണ്. എനിക്കൊരു കാര്യം ഗൗരവമായിട്ട് പറയാനുണ്ട്. സാറിന്റെ മരുമോൻ ഒരു ഇന്നോവ കൊടുക്കാണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കച്ചവടമായ? അല്ല, ഒരു പാർട്ടി നമ്മുടെ അടുത്തുണ്ട് നല്ലത്. കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന കുഞ്ഞമ്മയുടെ വീട്ടിൽ പോണം. പിന്നെ എന്തിനാ സ്കൂളിലേക്ക്? മാഷെ, ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി പുറത്തേക്ക് വിടരുത്. എന്തേ? ഭയങ്കര മടി. അല്ല, അപ്പൊ സ്കൂൾക്ക് വരാനാ മടി? എന്താ മൂപ്പർക്ക് അവിടെ പണി? അപ്പൊ ഒരു പണിയില്ല, വെറുതെ കിടക്ക. എന്താ മാഷ ഇങ്ങനെ? മികച്ച അധ്യാപകനുള്ള അവാർഡൊക്കെ മേടിച്ച ആളല്ലേ? ഞാൻ സ്കൂളിലേക്ക് വരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമല്ലോ. പക്ഷെ ഇവിടെ എന്റെ അടുത്ത് കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് പിടിച്ചോണ്ട് വന്നതാണ്. അത് ശരി. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. സ്കൂൾക്കാന്ന് പറഞ്ഞാൽ മാഷെ, സത്യമാഷ് വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. എന്റെ ക്ലാസ്സും കൂടെ സത്യമാഷ് എടുക്കും. എന്നെക്കാളും നന്നായിട്ട് എടുക്കും. കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. എന്നാ പിന്നെ ഇനി മാഷ് വരണ്ട. മാഷ ഇത് 12 ദിവസത്തെ കാര്യ. ഇക്ക് 12 മണിക്ക് മാത്രം ഒന്ന് പോകേണ്ട. ഒന്ന് നിർത്ത് മാഷേ. മാഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ 10 മാസം ലോക്ക്ഡൌൺ ആയിട്ട് സ്കൂൾ തുറന്നില്ല. ഈ 10 മാസം സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തന്നിരുന്നില്ല? അല്ല, അതെ. ഈ വാങ്ങിയ ശമ്പളത്തിന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്താ ചെയ്തത്? ഈ 10 മാസത്തിലിടയ്ക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടീനെ നിങ്ങൾ ഫോൺ ചെയ്തിട്ടുണ്ടോ? ആ കുട്ടിയുടെ പഠനകാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആ വിദ്യാലയത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ചുരുക്കം ചില അധ്യാപകർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാ നിങ്ങളോ? ഇതൊന്നും ശ്രദ്ധിക്കാതെ, ജോലിയോട് ആത്മാർത്ഥത കാണിക്കാതെ, സർക്കാരിന്റെ ശമ്പളം മേടിച്ച് വേറെ പല ബിസിനസ്സുകൾ പണത്തിന് വേണ്ടി ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യുന്നതേ കുട്ടികളോടുള്ള വഞ്ചനയാണ്, തൊഴിലിനോടുള്ള അനീതിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ എല്ലാവരും ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കും. മാഷേ, മാഷിപ്പോ ഈ പറഞ്ഞു വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തില് ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. പറ സത്യം സാറേ. ഞാൻ പോവാണ്. ഊണ് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവരാണ്. എന്താ ഇതൊന്നുമില്ല മാഷേ. ഇത് വേറെ ഇരുന്ന് ശമ്പളം മേടിച്ച് വീങ്ങിട്ടേ ഭ്രാന്തായി പോയതാ. സത്യമാഷേ, ഇത് എന്താ എപ്പോഴും കിടക്കുന്നത്? എവിടെയത് സത്യമാഷേ? സത്യമാഷേ, ഇത് എവിടെയാണ് നിങ്ങള്? ഹലോ. അതെ, നിങ്ങൾ ആദ്യം എവിടെയെങ്കിലും ഒരു ജല്ലിക്ക് പോയോ? എവിടെ? അല്ല, ഞാൻ വെറുതെ അങ്ങോട്ട് കൂടെ ഓടുകയാണ്. അവിടെ ഇതിപ്പോ എങ്ങനെയുണ്ട്? എന്തേ? അല്ല, എങ്ങനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലോ? മടിയൊക്കെ മാറിയില്ലേ? എന്ത് മടി? അല്ല, നിങ്ങളേ സ്കൂളിൽ നിന്നായി ഇറങ്ങിയ ഓട്ടം ഞാൻ കണ്ടിട്ടേ കൊറേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും തോന്നുള്ളൂ അല്ലേ? മനസ്സിലെ ഒരു മടി വരും. മടിയല്ലാതെ എന്താ പിന്നെ. അത് പോട്ടെ. എന്താ വിളിച്ചേ? ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാല്, അതിപ്പോ ശനിയാഴ്ച ദിവസം കൂടെ ക്ലാസ് വേണമെന്നാണല്ലോ ഇപ്പൊ സർക്കാർ പറയണത്. അപ്പൊ ഞാൻ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇത് സംസാരിച്ചു.
അപ്പോൾ ഭൂരിപക്ഷം അധ്യാപകർക്കും ശനിയാഴ്ച ദിവസം ക്ലാസ് വെക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. കാരണം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഈ അലപ്പ്, പിന്നെ ശനിയാഴ്ചയും കൂടി ഇത് ആയി കഴിയുമ്പോൾ മനുഷ്യരല്ലേ നമ്മള്. അപ്പൊ ഇപ്പൊ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാല് എല്ലാവരും കൂടെ കൂടിയിട്ട് ശനിയാഴ്ച ദിവസം ക്ലാസ് വേണ്ട എന്ന് പറയുന്ന ഒരു നിവേദനം മുഖ്യമന്ത്രിക്കാണ് കൊടുക്കുക. കോയ അതിൽ പങ്കെടുക്കണം. ഇത് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പറ്റില്ല, നേരിട്ട് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വിളിപ്പിച്ചത്. എന്താ അഭിപ്രായം? സത്യമാഷേ, ഓ, സത്യത്തിൽ ഇപ്പൊ ഇത്ര മുടക്ക് വന്നപ്പോ നമുക്കൊരു മടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, അതിപ്പോ നമ്മുടെ കുറ്റം കൊണ്ടല്ലോ. അല്ല, ആ, ഇനിയിപ്പോ സർക്കാർ പറയണ ഈ ഒരു ദിവസത്തിന്റെ കാര്യത്തില് നമ്മളൊരു എതിര് നിക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ പൊന്നു കോയ മാഷെ, ഒരാഴ്ചയിൽ 5 ദിവസം നമ്മൾ പണിയെടുക്കുകയാണ്, പിന്നെ ഈ ശനിയാഴ്ചയും കൂടി ഇങ്ങനെ പണിയെടുക്കണം എന്ന് പറയണത് എന്തിനാണ്? മാഷ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ശനിയാഴ്ച ദിവസം ക്ലാസ് വേണം എന്നാണല്ലോ ഇപ്പൊ സർക്കാർ പറയണത്. അതെ, അല്ലേ? ആ, വേണമെങ്കിൽ ഞായറാഴ്ചയും കൂടി അങ്ങോട്ട് എടുത്തോട്ടേന്ന്. ആ, അത് എടുത്തോട്ടെ, പക്ഷെ അധ്യാപകർ സമ്മതിക്കില്ല. മാഷ, ഞാൻ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. സർക്കാർ ആവശ്യപ്പെടുന്ന ഈ ശനിയാഴ്ചയും വേണമെങ്കിൽ നമ്മുടെ വക ഒരു ഞായറാഴ്ചയും ക്ലാസ് അങ്ങോട്ട് ആവട്ടെ. എന്താ കോയ മാഷ് പറയണത്? ഞാൻ പറയട്ടെ, എന്നിട്ട് തിങ്കള് മുതൽ വെള്ളി വരെ ക്ലാസ്സേ വേണ്ടെന്നും പറഞ്ഞിട്ട് ഒരു നിവേദനം അങ്ങോട്ട് സർക്കാരിനെ കൊടുത്താലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കോയ മാഷെ, അത് ആലോചിക്കാവുന്ന ഒരു അഭിപ്രായമാണ്. അല്ലേ? ആണ്. അതങ്ങോട്ട് തീരുമാനിക്കും. അത് ചർച്ചയ്ക്ക് വെക്കാം, അല്ലേ? മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.